എല്ലാവർക്കും നമസ്കാരം. പ്രവാസികളെ തിരികെ എത്തിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വന്ദേ ഭാരതം മിഷൻ അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. ഇന്ന് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് 2 വിമാനങ്ങൾ ഇന്നും എത്തുകയാണ്. ഈ മടക്കയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, അത് സംബന്ധിച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ മുഖപുസ്തകത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് വാട്സാപ്പ് നമ്പറിലും അതോടൊപ്പം മുഖപുസ്തകത്തിലെ ഇൻബോക്സിലും നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സമയത്തിൻ്റെ പരിമിതികൾ കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കില്ലെങ്കിൽ പോലും പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചില ആളുകൾ ഈ പേജിലെ ഇൻബോക്സിൽ വളരെ വിദ്വേഷജനകമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലർ ഈ ചെയ്യുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഈ പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കുമ്പോഴും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളെ കാണുന്നതിന് പകരം അതിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊന്നും മറുപടി അർഹിക്കുന്നുമില്ല. കാരണം ഞാനിന്ന് നിങ്ങളുടെ മുൻപാകെ ഈ മുഖപുസ്തകത്തിലൂടെ സംവദിക്കാൻ തീരുമാനിച്ചത് പ്രവാസികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. രാജ്യത്ത് ആദ്യത്തെ കോവിഡ് രോഗി സ്ഥിരീകരിച്ചതിന് ശേഷം 100 ദിവസം പൂർത്തിയാകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള സ്ഥിതി 100 ദിവസങ്ങൾക്ക് ശേഷം ലോകത്തിലെ മറ്റ് നിരവധി രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികളുടെ ഫലമായിട്ടാണിത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ലോക്ക്ഡൗൺ, അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ സഹകരിച്ച മുഴുവൻ ആളുകളും അഭിനന്ദനത്തിന് അർഹരാണ്. വരും ദിവസങ്ങളിലും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഈ ലോക്ക്ഡൗൺ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനും അതോടൊപ്പം കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധം ശക്തമായിട്ട് നിലനിർത്താനും
നമ്മൾ ഓരോരുത്തരും ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും അതോടൊപ്പം ചിലർ സന്ദേശങ്ങൾ അയച്ചും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിമാന സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം അതിലേറ്റവും പ്രാധാന്യം നൽകിയത് ഗൾഫ് മേഖലക്കാണ്. ഇന്നലെ രാജ്യത്താകെ കേരളത്തിലേക്ക് മാത്രമാണ് വിമാന സർവീസുകൾ നടത്തിയത്. മറ്റൊരു സ്ഥലത്തും രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തേക്കും ഇന്നലെ വിമാന സർവീസുകൾ നടന്നില്ല. കാരണം ഗൾഫ് മേഖലയിലുള്ള പതിനായിരക്കണക്കിന് മലയാളികൾക്ക് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകുന്ന പ്രാധാന്യം അതിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. ആ ഒരു സാഹചര്യത്തിലും കുവൈറ്റിൽ നിന്ന് നാളെ യാത്രാ വിമാനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള വാർത്ത ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. കുവൈറ്റിൽ പൊതുമാപ്പ് കിട്ടിയ ആളുകളെ മുഴുവൻ കൊണ്ടുവന്നാൽ മാത്രമേ കുവൈറ്റിലുള്ള പ്രവാസികളെ കൊണ്ടുവരാൻ അനുവദിക്കുകയുള്ളൂ എന്ന് കുവൈറ്റ് സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് അങ്ങനെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചത്. കുവൈറ്റും ഇന്ത്യയും തമ്മിൽ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. കഴിഞ്ഞ വർഷം കുവൈറ്റിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുകയും അവിടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടുത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ട് ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് കുവൈറ്റുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ച പ്രകാരം നാളെ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന സർവീസ് നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഈ ഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്ന് എല്ലാവരും പിന്മാറണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ചോദ്യങ്ങളിലേക്ക് വന്നാൽ ചോദ്യങ്ങൾ നിരവധി പേർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ ഖത്തറിൽ നിന്നുള്ള പ്രദീപ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഖത്തറിൽ ബിസിനസ് വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നു, പാസ്പോർട്ട് കഴിഞ്ഞ മാസം കാലാവധി കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് എംബസിയിൽ ചോദിച്ചപ്പോൾ ബിസിനസ് വിസ ആയതിനാൽ അവിടെ റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ലോക്ക്ഡൌൺ ആയതിനാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പ്രദീപ് ചോദിച്ചിരിക്കുന്നത്. പ്രദീപിന് ചെയ്യാവുന്നത്, നമ്മുടെ നിയമമനുസരിച്ച് ബിസിനസ് വിസയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞാൽ അവിടെ റിന്യൂ ചെയ്യാനുള്ള അനുവാദമില്ല. അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാം. ഇപ്പോ നമ്മൾ വിമാന സർവീസുകൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് ഇവിടെ പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസ്പോർട്ട് പുതുക്കി അതിനുശേഷം വീണ്ടും തിരിച്ച് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലമായിട്ടുള്ള ഖത്തറിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. മറ്റൊരു ചോദ്യം കുവൈറ്റിൽ നിന്ന് ബഷീറിന്റെ ചോദ്യമാണ്. അദ്ദേഹം ഹെൽത്ത് മിനിസ്ട്രിയിൽ റേഡിയോഗ്രാഫറായി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. കുവൈറ്റിൽ നിന്ന് വെക്കേഷനിൽ നാട്ടിൽ വന്ന ഹോസ്പിറ്റൽ സ്റ്റാഫിനെ തിരിച്ച് കുവൈറ്റിലേക്ക് കൊണ്ടുപോകാൻ സ്പെഷ്യൽ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു.
അത് സത്യമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഇനി കുവൈറ്റിലേക്ക് എന്ന് തിരിച്ചു പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണ വല്ലതുമായോ? എനിക്ക് ശ്രീ ബഷീറിനോട് പറയാനുള്ളത്, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ചില സ്ഥലത്ത് നിന്ന് ഇന്നലെ ആരംഭിച്ചു, വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകും. പക്ഷെ തിരിച്ചു പോകുന്ന കാര്യത്തിൽ അവിടുത്തെ സർക്കാരുകളാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ സർക്കാർ ആരെയൊക്കെയാണ് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ ആളുകളെ തിരിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ ആ സർക്കാർ തന്നെ ഏർപ്പെടുത്തും. അതുകൊണ്ട് താങ്കൾ അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയിൽ റേഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടുത്തെ താങ്കളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മേലധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുവൈറ്റ് സർക്കാർ എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായിട്ട് താങ്കൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും. മറ്റൊന്ന്, ഷാർജയിൽ നിന്ന് സുരേന്ദ്രൻ ചോദിച്ചിരിക്കുന്നത്, നാട്ടിലേക്ക് ഇപ്പോൾ വരുന്ന പ്രവാസിക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ കഴിയുമോ? തിരിച്ചു പോകാനുള്ള സമയം 179 ദിവസമാണ്. അതിനുള്ളിൽ പ്രശ്നങ്ങൾ അവസാനിച്ച് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചു പ്രവേശിപ്പിക്കുമോ? എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞാൽ തീരുമാനമെടുക്കാമായിരുന്നു. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് അല്ല, പകരം അവിടുത്തെ സർക്കാരാണ്. ഉദാഹരണത്തിന് ഞാൻ അറിയുന്നത്, സൗദി അറേബ്യ എക്സിറ്റ് റീ എൻട്രി എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പോകുന്ന ആളുകൾക്ക് എക്സിറ്റ് അടിച്ചു പോകാം, അവർക്ക് റീ എൻട്രിക്കുള്ള അനുവാദം കൂടി അവർ മുൻകൂട്ടി നൽകുകയാണ്. UAEയുടെ കാര്യത്തിൽ അഥവാ ഷാർജയുടെ കാര്യത്തിൽ എന്താണ് അവിടുത്തെ അധികാരികളുടെ തീരുമാനം എന്നുള്ളത് അവിടുത്തെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, താങ്കളുടെ തൊഴിലുടമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതായിരിക്കും അതിനുള്ള പരിഹാരമാണ്. മറ്റൊരു കാര്യം, നിജീഷ് ബിനോയ് ചോദിച്ചിരിക്കുന്നത്, ഞാനും ഭാര്യയും ദുബായിലാണ്. 5 മാസം ഗർഭിണിയായ എന്റെ ഭാര്യ അങ്ങേക്ക് മെയിൽ അയക്കുകയും തുടർന്ന് ലഭിച്ച നിർദ്ദേശാനുസരണം എംബസിയിൽ രജിസ്റ്റർ ചെയ്തതുമാണ്. പിന്നീട് ഞങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഗർഭിണികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ളവർ അവരെല്ലാവരും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ആളുകളാണ്. പക്ഷേ അതിൽ ഏറ്റവും മുൻഗണന നൽകുന്നത് അതിൽ തന്നെ 7 മാസം 8 മാസം ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്കാണ്. മാത്രമല്ല, ഇന്നിപ്പോ സുപ്രീം കോടതിയുടെ നിർദ്ദേശമടക്കം കേന്ദ്രത്തിന് കിട്ടിയിരിക്കുകയാണ്. പ്രവാസികളെ തിരിച്ചെത്തിക്കുമ്പോൾ 6 മാസം പൂർത്തിയായ ഗർഭിണികൾക്ക് മുൻഗണന നൽകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഗർഭിണികൾക്ക് മുൻഗണനയുണ്ട് എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 5 മാസം ഗർഭിണിയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ ആഴ്ചകളിൽ അവസരം കിട്ടുന്നതിന് പകരം ഒരുപക്ഷെ അല്പം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും താങ്കൾക്കും താങ്കളുടെ ഭാര്യയ്ക്കും അവസരം കിട്ടുന്നത്. അതുകൊണ്ട് എംബസിയുമായിട്ട് തുടർന്നും താങ്കൾ ബന്ധപ്പെടുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിനോജ് ചേറ്റൂർ ചോദിച്ചിരിക്കുന്നത്, ഗൾഫിൽ നിന്ന് വന്നവർക്ക് 32 ദിവസങ്ങൾക്ക് ശേഷം COVID-19 പോസിറ്റീവായ അനുഭവം കേരളത്തിനുണ്ട്. ആ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ വരുന്നവരെ 7 ദിവസം സർക്കാർ സൗകര്യത്തിൽ ക്വാറന്റൈൻ ചെയ്താൽ മതിയോ? 7 ദിവസം വീട്ടിലും എന്ന് പറയുന്നു. ഇത് വീട്ടുകാരെയും അതുവഴി നാടിനെയും അപകടപ്പെടുത്തില്ലേ എന്ന ഭയമുണ്ട്. ഇതിനോടുള്ള വ്യക്തമായ നിർദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും സർക്കാർ സൗകര്യത്തിലുള്ള ക്വാറന്റൈനും
തുടർന്ന് 14 ദിവസം വീടുകളിലുള്ള ക്വാറന്റൈൻ. അങ്ങനെ 28 ദിവസം ക്വാറന്റൈനിൽ കഴിയണം എന്നുള്ളതാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMR പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ആഭ്യന്തര വകുപ്പ് എല്ലാ സർക്കാരുകളെയും അറിയിച്ചിട്ടുള്ള നിർദ്ദേശം. ഇന്ന് ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ചിട്ടുള്ള ചില സത്യവാങ്മൂലം സമർപ്പിച്ചതായും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഉതകുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം ഈ തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഭാഗത്തു നിന്നും അവരെല്ലാവരും അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് അവര് 14 ദിവസം തന്നെ സർക്കാർ ക്വാറന്റൈനിൽ കഴിയാൻ തീരുമാനിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുവൈറ്റിൽ നിന്ന് ജാവീദ് ചോദിച്ചിരിക്കുന്നത്, കണ്ണൂർ സ്വദേശിയാണ്, കുവൈറ്റിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് കൊറോണ ഉണ്ടായത്. വിസ കാലാവധി കഴിഞ്ഞ ഏപ്രിൽ 24-ാം തീയതി ഇപ്പോൾ കമ്പനി ക്ലോസ് ചെയ്തു. വിസ കാലാവധി ഏപ്രിൽ 24-ാം തീയതി കഴിഞ്ഞു. കുവൈറ്റ് ഗവൺമെന്റ് മെയ് 30-ാം തീയതി വരെ നീട്ടിത്തന്നു. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാകണം എന്നാണ് കണ്ണൂരിൽ നിന്ന് ജാവീദ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്ന് സർവീസ് ഉണ്ടാകും. അതുകൊണ്ട് താങ്കൾ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നുള്ള കുവൈറ്റിലേക്കുള്ള ഫ്ലൈറ്റ് അത് എന്നാണോ ഉണ്ടാകുന്നത് ആ തീയതി അനുസരിച്ച് താങ്കൾക്ക് പോകാൻ സാധിക്കും. സുരേന്ദ്രൻ നാരായണൻ ചോദിച്ചിരിക്കുന്നത്, ദുബായിൽ നിന്നും തിരുവനന്തപുരം ഫ്ലൈറ്റ് ഇല്ലേ എന്നാണ്. തിരുവനന്തപുരം ഡെസ്റ്റിനേഷൻ എയർപോർട്ടായി രജിസ്റ്റർ ചെയ്തവർക്ക് കൊച്ചി ആക്കി മാറ്റാൻ പറ്റുമോ? കൊച്ചി ആക്കണം എന്നുള്ള ആളുകൾക്കാക്കാം. പക്ഷെ തിരുവനന്തപുരത്തേക്ക് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടാകും. കാരണം തിരുവനന്തപുരത്ത് ഇന്നലെയും ഒക്കെ ഫ്ലൈറ്റ് ഇല്ലെങ്കിലും നാളെ ദോഹയിലേക്ക്, മറ്റന്നാൾ ദോഹയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. ഇതേപോലെ ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടാകും. തിരുവനന്തപുരം ഫ്ലൈറ്റ് ഉണ്ടാകില്ല എന്നുള്ള ആശങ്കയിൽ താങ്കൾ അത് കൊച്ചി ആക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് തിരുവനന്തപുരത്ത് തന്നെ പോയി ഇറങ്ങാൻ കഴിയും. മറ്റൊരു കാര്യം, വിദേശത്ത് നിന്ന് സന്തോഷ് കുര്യത്താഴ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വിദേശത്ത് നിന്ന് വരുന്ന ഗർഭിണികൾ അവിടെ എയർ ഇന്ത്യ കൗണ്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റിന് അത് ഇഷ്യൂ ചെയ്ത ദിവസം മുതൽ 3 ദിവസത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ എന്നതാണ് നിലവിലുള്ള നിയമം. ഞായറാഴ്ച 3:30 പുറപ്പെടുന്ന ദോഹ തിരുവനന്തപുരം വിമാനത്തിൽ വരുന്നവർക്ക് ഈ വാലിഡിറ്റി ഒരു പ്രശ്നമാണ്. നിലവിലെ നിയമപ്രകാരം ഇന്നലത്തെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ശനിയാഴ്ച കഴിയും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ശേഷമേ ഹോസ്പിറ്റലിൽ ഡോക്ടർ വരികയുള്ളൂ. 11 മണിക്കകം സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് എയർപോർട്ടിൽ എത്തുക എന്നുള്ളത് ഗർഭിണികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. 5 മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ. ആയതിനാൽ 2 ദിവസം അവധിയും ഞായറാഴ്ച യാത്രയുമായ സാഹചര്യത്തിൽ വാലിഡിറ്റിയുടെ കാര്യത്തിൽ ഇളവ് നൽകി ഇന്നലത്തെ ഡേറ്റിലുള്ള ട്രാവൽ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിനും ആവശ്യമായ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നാണ്. ഞാൻ ഈ മെസ്സേജ് കിട്ടിയതനുസരിച്ച് നമ്മുടെ ഖത്തറിലുള്ള ഇന്ത്യൻ അംബാസഡറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇത് എയർ ഇന്ത്യയുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ഇത് 3 ദിവസം എന്നുള്ള കണക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ പ്രായോഗിക തലത്തിലാണ്. ഞായറാഴ്ച യാത്ര വരുന്ന സാഹചര്യത്തിൽ അതിന് മുൻപുള്ള 2 ദിവസം അവധി ആയിട്ടുള്ള സാഹചര്യത്തിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഇളവുകൾ വരുത്താൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മുടെ അംബാസഡർ എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആശങ്ക ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ട് ഞായറാഴ്ച രാവിലെ 11 മണിക്കകം എയർപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട് 9 മണിക്ക് പോയി
സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്നലെ സംഘടിപ്പിച്ച സർട്ടിഫിക്കറ്റ് തന്നെ ഞായറാഴ്ചയും ഉപയോഗിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, മറ്റൊരു കാര്യം, കുവൈറ്റിൽ നിന്ന് ജിബിൻ ജോർജ് കുറെ ദിവസങ്ങളായിട്ട് എനിക്ക് വരുന്ന ഇമെയിൽ സന്ദേശം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൽവിക് ബോൺ ട്യൂമർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് നാട്ടിലെത്തണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അസൗകര്യങ്ങളെക്കുറിച്ച്, ആരോഗ്യപരമായിട്ടുള്ള അസൗകര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് എപ്പോൾ ഫ്ലൈറ്റ് സർവീസ് ഉണ്ടാകും എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള സാഹചര്യം ഒന്ന് പരിഗണിക്കണം എന്നും അപേക്ഷിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നുള്ള സർവീസ് നാളെ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ അംബാസഡറോടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചത് ജിബിൻ ജോർജിന്റെ പേര് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലുണ്ട്, ആവശ്യമായിട്ടുള്ള പരിഗണന നൽകും എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ചോദിച്ചിരിക്കുന്നത് പോൾസൺ മാത്യു പറഞ്ഞിരിക്കുന്നത് വന്ദേ ഭാരത് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് ബഹ്റിനിലേക്ക് എപ്പോഴാണ് എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള യാത്രാ സൗകര്യങ്ങളാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സൗകര്യങ്ങൾ, അത് പോകാനുള്ള അനുവാദം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തരുന്നതിന് ഒരു അസൗകര്യമില്ല. പക്ഷേ താങ്കളെ സ്വീകരിക്കാൻ ആ രാജ്യം തയ്യാറാണോ എന്നുള്ള കാര്യത്തിൽ അവരാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് ബഹ്റിൻ സർക്കാരുമായിട്ട് താങ്കളുടെ തൊഴിലുടമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള അനുവാദം താങ്കൾ കരസ്ഥമാക്കിയാൽ താങ്കൾക്ക് ബഹ്റിനിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ബഹ്റിനിലേക്ക് പോകാനും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ഇനിയും നിരവധി ചോദ്യങ്ങൾ, പലരുടെയും ചോദ്യങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതി കാരണം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നാളെയും മറ്റന്നാളും ശനി ഞായർ ദിവസങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും വൈകുന്നേരം എല്ലാവരെയും വൈകുന്നേരം 6 മണിക്ക് മുഖപുസ്തകത്തിൽ കാണാം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. അവസാനമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പലരും ഈ സന്ദേശങ്ങൾ അയക്കുന്നത് വോയിസ് മെസ്സേജ് ആയിട്ടാണ്. കാരണം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സന്ദേശങ്ങളാണ് വരുന്നത്. അത് എഴുതി അയക്കുന്ന സന്ദേശങ്ങൾക്ക് കുറെ കൂടി അത് ഡൗൺലോഡ് ചെയ്ത് കേട്ട് തയ്യാറാക്കുന്നതിനേക്കാൾ സൗകര്യമുള്ള ഒരു രീതിയാണ് എഴുതി അയക്കുന്ന സന്ദേശങ്ങൾ. അതുകൊണ്ട് എല്ലാ സന്ദേശങ്ങളും എഴുതി അയക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.